ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു വലിയ മൊഴി നൽകിയിരിക്കുകയാണ്. ആ മൊഴി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ കുരുക്കായി മാറുന്നു. അതായത് ഇപ്പോൾ ഈ ബംഗളൂരുവിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സ്വർണ്ണ വ്യാപാരികളുണ്ടല്ലോ, ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തി കൊടുത്തത് ദേവസ്വം മന്ത്രിയായിരുന്നുള്ള കടകംപള്ളി സുരേന്ദ്രനാണ്. പറയുന്നത് ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ അതിനെ അവിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. മാത്രവുമല്ല, ഈ ദേവസ്വം ബോർഡിന് ഇത്തരത്തിലുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നവരുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം സൃഷ്ടിച്ചത്, ഇടനിലക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചത് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് നിർണായക പങ്കുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല? ഇതാണ് ഇവിടെ ഉയർന്ന ആരോപണം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞാൽ ഇത് നിർണായക മൊഴിയായിട്ട് എടുത്തുകൊണ്ട് SITക്ക് ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യാം. മാത്രമല്ല, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ അണ്ടറിലാണ്. അപ്പോൾ ഹൈക്കോടതി ഇത്തരം ഒരു ആരോപണം ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ സ്വാഭാവികമായിട്ട് ഇവരോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ല? ഇത് കടകംപള്ളിക്ക് വലിയൊരു ഭീഷണിയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഒരു തവണ ദേവസ്വം മന്ത്രിയായിരുന്നു, ഒരു തവണ MLA ആയിരുന്നു. വീണ്ടും LDF 3.0 വരികയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും മന്ത്രിസഭയിൽ കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് അടയുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഒടുവിൽ മാധ്യമങ്ങൾ തന്നെ ഈ കടകംപള്ളിയോട് ചോദിച്ചു. അപ്പോൾ പറയുന്നത് ഇതിനകത്ത് ഇടനില നിന്ന പ്രതിഭ എന്ന് പറയുന്ന ഒരു യുവതിയാണ്. ഈ പ്രതിഭയുമായിട്ട് തനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല. പ്രതിഭയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ വീടിന് സമീപത്തുള്ള ഒരു സ്ത്രീയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.